أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്തുൽ ഖമർ മക്കയിൽ അവതരിച്ചതാണ്. അതായത് മക്കിയാണ്. സൂറത്തുൽ ഖമരി മക്കിയാണെന്ന്. അതിൽ 55 ആയത്തുകളുണ്ട്. 55 ആയത്തുകൾ. വെള്ളിയാഴ്ചയും പെരുന്നാൾ ദിവസങ്ങളിലും പ്രസംഗത്തിൽ സൂറത്തു ഖാഫും അതുപോലെ തന്നെ ഈ സൂറത്തും നബിതങ്ങൾ ഓതാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇഖ്തറബത്തിസ്സാഅതു വൻശഖൽ ഖമർ. ഇഖ്തറബത്തിസ്സാഅതു, ഇഖ്തറബ അടുത്തു, അസ്സാഅത്തു അന്ത്യസമയം അടുത്തു, വൻശഖൽ ഖമറു ചന്ദ്രൻ പിളരുകയും ചെയ്തു. ഇഖ്തറബത്തിസ്സാഅതു വൻശഖൽ ഖമറു. സാഅത്ത് എന്ന് വെച്ചാൽ അസ്സാഅത്ത് എന്ന് വെച്ചാൽ അന്ത്യനാളാണ്, ആ അറിയപ്പെട്ട സമയം. അതായത് ഖിയാമത്ത് നാൾ അടുത്തു. വൻഷക്ക, വൻഷക്ക എന്ന് പറഞ്ഞാൽ ഇൻഷക്ക എന്ന് പറഞ്ഞാൽ പിളർന്നു എന്ന്. അൽ ഖമറു ചന്ദ്രൻ പിളരുകയും ചെയ്തു. അന്ത്യസമയം അടുക്കുകയും ചന്ദ്രൻ പിളരുകയും ചെയ്തു. വഇൻ യറൗ ആയതൻ യുഅ്രിദു വയഖൂലു സിഹ്റൻ മുസ്തമിർ. മുസ്തമിർ പോലെ വായി. വഇൻ യറൗ അവർ കണ്ടാൽ, ആയത്തൻ എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം അവർ കണ്ടാൽ, യുഅ്രിദു അവർ തിരിഞ്ഞു കളയും. വയഖൂൽ എന്നിട്ട് അവർ പറയും സിഹ്റൻ മുസ്തമിർ, ഇത് മുസ്തമിറായ ഒരു ജാലവിദ്യയാണ്. അവർ തിരിഞ്ഞു, അതായത് അവഗണിച്ച് കളയും. അവർ പറയുകയും ചെയ്തും സിഹറൻ ഒരു ജാലവിദ്യയാണ്, മുസ്തമിറൻ നിലനിൽക്കുന്ന, അതായത് ഇപ്പോൾ കാലങ്ങളായി നിലനിൽക്കുന്ന നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താണത്, ഒരു ജാലവിദ്യയാണ് എന്നവർ പറയും. വകദ്ദബൂ വത്തബഊ അഹ്വാഅഹും വകുല്ലു അംരിൻ മുസ്തഖിർ. വകദ്ദബൂ അവർ കളവാക്കും, വത്തബഊ അവർ പിൻപറ്റുന്നു, അഹ്വാഅഹും അവരുടെ ഇച്ഛകളോട്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ വ്യാജമാക്കുകയും അവരുടെ ഇച്ഛകളെ പിൻപറ്റുകയും ചെയ്യുന്നു. വകുല്ലു അംരിൻ മുസ്തഖിർ എല്ലാ കാര്യവും ഉറച്ചു നിൽക്കുന്നതാണ്. വകുല്ലു എല്ലാ കാര്യവും മുസ്തഖിറൻ സ്ഥിരമായതാണ്. അപ്പോൾ കദ്ദബു അവർ വ്യാജമാക്കുകയും വത്തബഉ അവർ പിൻപറ്റുകയും ചെയ്തു. എന്തിനെ? അഹ്വാഅഹും അവരുടെ ഇച്ഛകളെ, മോഹങ്ങളെ. അപ്പോൾ എല്ലാ വകുല്ലു അംരിൻ മുസ്തഖിർ എല്ലാ കാര്യവും സ്ഥിരപ്പെട്ടതാണ്, അത് ഉറച്ചതാണ്. അള്ളാഹിൻ്റെ അടുക്കൽ എല്ലാ കാര്യവും നിശ്ചയിക്കപ്പെട്ടതാണ്. അപ്പോൾ അന്ത്യസമയം ആസന്നമായ, അതായത് വന്നിട്ടുണ്ടെന്നും അടുത്തിരിക്കുന്നുവെന്നും അതുകൊണ്ട് മനുഷ്യർ ജാഗ്രതയായിരിക്കേണ്ടതുണ്ടെന്നും അള്ളാഹു കഴിഞ്ഞ അധ്യായത്തിൽ അവസാനത്തിൽ ഉണർത്തി, സൂറത്തുൻ നജ്മിലൂടെ. ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ അത് വീണ്ടും ആവർത്തിച്ച് ഉണർത്തുകയാണ്. മനുഷ്യജീവിതത്തിൻ്റെ യഥാർത്ഥ ജയപരാജയങ്ങൾ അന്ത്യനാളിലാണല്ലോ അറിയപ്പെടുന്നത്. അതുകൊണ്ട് അന്നത്തെ ദിവസം വിജയം ലഭിക്കാനുള്ള മാർഗം ഉപദേശിക്കുകയാണ് പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങളുടെയും പ്രധാന ലക്ഷ്യം. അള്ളാഹുവിലും അന്ത്യദിനത്തിലും മറ്റു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉത്ഭവത്തെയും പര്യാവസാനത്തെയും സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കാത്തവരോട് ധാർമ്മിക മൂല്യങ്ങളും സദാചാര മാർഗങ്ങളും ഉപദേശിച്ചിട്ട് യാതൊരു ഫലവുമില്ല. അതുകൊണ്ടാണ് ഖുർആനിൽ ഉടനീളം, അതായത് മക്ക സൂറത്തുകൾ വിശേഷിച്ചും ഈ രണ്ട് വിഷയങ്ങളെപ്പറ്റി ആവർത്തിച്ച് ഉണർത്തിക്കൊണ്ടിരിക്കുന്നതും. ലോകാവസാനം എപ്പോഴാണ് ഉണ്ടാവുക എന്നതിനെപ്പറ്റി അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ഒരിക്കൽ അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയം. കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ നായികയും ഓരോ വിനായികയും അതിൻ്റെ സമയം അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദൂരമല്ലാത്ത ഭാവിയിൽ അത് ഏതൊരു നിമിഷത്തിലും ആയേക്കാം. അത് സംഭവിക്കുമെന്നതിൽ അടയാളങ്ങൾ പലതും വെളിപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അന്ത്യപ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിതങ്ങളുടെ ആഗമനം അവയിൽ മുഖ്യമായ ഒന്നാണ്. 2 വിരലുകൾ ചേർത്തി പിടിച്ചുകൊണ്ട് നബി ഇപ്രകാരം പറഞ്ഞു: ഞാനും അന്ത്യസമയവും ഈ 2 വിരലുകൾ കണക്കെ ആയിക്കൊണ്ടാണ്
എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്ന്. അന്ത്യസമയത്തിൻ്റെ സംഭവ്യതയും ആസന്നതയും തെളിയിക്കുന്ന ഒരു പ്രത്യക്ഷ ദൃഷ്ടാന്തവും ഒരു അസാധാരണ സംഭവമായിരുന്നു നബി തിരുമേനിയുടെ കാലത്ത് ചന്ദ്രൻ പിളർന്ന സംഭവം. നബി തിരുമേനിയുടെ സത്യതയ്ക്ക് അത് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. അത് കണ്ണിൽ കണ്ടിട്ട് പോലും സത്യവിശ്വാസം സ്വീകരിക്കുവാൻ മുശ്രിക്കുകൾ കൂട്ടാക്കിയില്ല. ഏതൊരു ദൃഷ്ടാന്തം കണ്ടാലും അത് ജാലവിദ്യയാണെന്ന് വിധി കൽപ്പിച്ച് ഒഴിഞ്ഞു മാറുന്ന അവരുടെ ആ പഴയ പതിവ് ഇവിടെയും ആവർത്തിക്കുകയാണ് അവർ ചെയ്തത്. അവർ പറഞ്ഞു, അബൂ കബീഷയുടെ മകൻ നിങ്ങളോട് ജാലവിദ്യ നടത്തിയിരിക്കുകയാണ്. അതായത് നബിയുടെ പോറ്റുമ്മയാണ് ഹലീമ, അവരുടെ ഭർത്താവാണ് അബൂ കബീഷ്. അപ്പോൾ തിരുനബിയെ പരിഹസിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി പറഞ്ഞ സിഹ്റം മുസ്തമിർ എന്ന് പറഞ്ഞില്ലേ, നടമാടിക്കൊണ്ടിരിക്കുന്ന ജാലം, അതായത് എന്ന വാക്കിന് 2-3 അർത്ഥം നൽകപ്പെടുന്നു. ഒന്നെന്താണ്, ഇതുപോലെയുള്ള ജാലവിദ്യകൾ പലതും വളരെ മുമ്പ് മുതൽക്കേ നടപ്പുണ്ട്. അവയിൽ ഒന്നത്രേ ഇതും. ആ നിലക്ക് മറ്റേത് വളരെ ശക്തമായതും സാധാരണ ജാലവിദ്യയെ വെല്ലുന്നതുമാണ്. ഇനി മൂന്നാമത്തെ അർത്ഥം, നിലനിൽക്കാത്ത വേഗമങ്ങ് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഇവയിൽ ആദ്യത്തെ അഭിപ്രായത്തിനാണ് മുൻഗണന നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യത്തിനും ഓരോ പര്യവസാനവും തീരുമാനവും ഉണ്ട്. നന്മയാകട്ടെ തിന്മയാകട്ടെ രക്ഷയാകട്ടെ ശിക്ഷയാകട്ടെ ഓരോന്നിനും അള്ളാഹു ഓരോ വ്യവസ്ഥയും ചിട്ടയും നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് 3-ാം വചനത്തിൻ്റെ അവസാന ഭാഗം ചൂണ്ടി. അപ്പോൾ കുല്ലു അമരി മുസ്തഖിർ എന്ന് പറഞ്ഞില്ലേ. ഹിജ്റയുടെ ഏതാണ്ട് 5 കൊല്ലം മുമ്പാണ് ചന്ദ്രൻ പിളർന്ന സംഭവം ഉണ്ടായത്. ബുഖാരി, മുസ്ലിം, അഹ്മദ്, ഹാക്കിം, അബൂദാവൂദ്, അതുപോലെ തന്നെ ബൈഹഖി, തുർമുദി, ഇബ്നു ജരീർ മുതലായ ഹദീസ് പണ്ഡിതന്മാരെല്ലാം വിവിധ മാർഗങ്ങളിൽ കൂടി പ്രസ്തുത സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അലി, അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ്, അനസ്, ഉമർ, ബിൻ അബ്ബാസ്, ഹുദൈഫ, ജുറൈറുബ്നു മുത്വീം റളിയല്ലാഹു അൻഹും മുതലായ സ്വഹാബികളിൽ നിന്നത് നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇബ്നു കസീർ പ്രസ്താവിച്ചതുപോലെ നബിയുടെ കാലത്ത് ചന്ദ്രൻ പിളർന്ന സംഭവം പ്രബലമായ നിരവധി ഹദീസുകളാൽ സ്ഥാപിതമായതും ഖുർആൻ വ്യാഖ്യാതാക്കളും ഹദീസ് പണ്ഡിതന്മാരും ഭിന്നാഭിപ്രായം കൂടാതെ സ്ഥിരപ്പെടുത്തിയിട്ടുള്ളതുമാണ്. നബിയുടെ കാലത്തൊരു രാത്രിയിൽ ചന്ദ്രൻ 2ആയി പിളർന്ന് മലയുടെ ഇരുഭാഗത്തുമായി കാണുകയുണ്ടായെന്നും അത് കണ്ട മക്കാ മുശ്രിക്കുകൾ അത് മുഹമ്മദിൻ്റെ ജാലവിദ്യയാണെന്ന് പറഞ്ഞുവെന്നുമാണ് ഹദീസുകളുടെ ചുരുക്കം. ചില ഹദീസുകളിൽ പല ഭാഗത്തു നിന്നും വന്ന യാത്രക്കാരും അത് തങ്ങൾ കണ്ടതായി പ്രസ്താവിച്ചുവെന്നും കൂടി വന്നിട്ടുണ്ട്. ഭൗതികവാദികളും തത്വശാസ്ത്രത്തിൻ്റെ അനുയായികളും ഇത്തരം സംഭവങ്ങൾ നിഷേധിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ മുസ്ലിങ്ങളിൽ ചുരുക്കം ചില ആളുകളും അനുകരിച്ചു കാണുന്നത് അത്ഭുതമാണ്. ഈ വചനത്തിൽ ചന്ദ്രൻ പിളർന്നു എന്ന് ഭൂതകാല രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും യഥാർത്ഥത്തിൽ അത് ഭാവിയിൽ വരാനിരിക്കുന്നു, അഥവാ ലോകാവസാന ഘട്ടത്തിലെ സംഭവവികാസങ്ങളിൽപ്പെട്ട ഒരു സംഭവത്തെയാണ് കുറിക്കുന്നത് എന്നത്രേ അവരുടെ വാദം. ഭാവി കാര്യങ്ങളെക്കുറിച്ച് ഖുർആൻ ചിലപ്പോൾ ഭൂതകാലക്രിയ പ്രയോഗിക്കാറുണ്ട്. അക്കൂട്ടത്തിലൊന്നാണ് ഈ വാക്യം എന്നവർ പറയുന്നു. പക്ഷേ ഇവിടെ ചില സംഗതികൾ ഓർക്കേണ്ടതുണ്ട്. ഈ വാക്യത്തിൽ തൊട്ടുമുമ്പത്തെ വാക്യം ഇഖ്തറബത്തി സാഅത്തു എന്നാണ്. അപ്പോൾ ഈ ക്രിയ അക്ഷരത്തിലും അർത്ഥത്തിലും ഭൂതകാലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ തർക്കമില്ല. അപ്പോൾ ആ നിലക്ക് അതോട് ചേർത്തു പറയപ്പെട്ട ഒരു ക്രിയയും അക്ഷരത്തിലെന്ന പോലെ അർത്ഥത്തിലും ഭൂതകാലത്തെ കുറിക്കുന്നതാവാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. മാത്രമല്ല ഒരു ക്രിയാരൂപത്തിൽ സാക്ഷാൽ അർത്ഥം നൽകുന്നതിന് വല്ല തടസ്സവും ഉള്ളപ്പോൾ മാത്രമേ അതിന് മറ്റൊരു അർത്ഥം കൽപ്പിക്കുവാൻ പാടുള്ളൂവെന്ന് പരക്കെ അറിയപ്പെടുന്ന ഒരു പൊതു നിയമമാണ്. ഇവിടെയാകട്ടെ അങ്ങനെ ഒരു തടസ്സമില്ലെന്ന് മാത്രമല്ല ഭൂതകാലാർത്ഥം തന്നെ ആ ക്രിയക്ക് നൽകേണ്ടതാണെന്ന് കാണിക്കുന്ന മതിയായ തെളിവുകളുണ്ട്. അന്ത്യസമയം അടുത്തു വന്നിരിക്കുന്നു എന്നതിനുള്ള ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ടാണെന്ന് ചന്ദ്രൻ്റെ പിളർപ്പിനെപ്പറ്റി അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത്. വല്ല ദൃഷ്ടാന്തവും കണ്ടാൽ അത് ജാലമാണെന്ന് പറഞ്ഞ് തിരിഞ്ഞുകളയലും വ്യാജമാക്കലും അവരുടെ പതിവാണ് എന്ന് അടുത്ത ആയത്തിൽ പറയുന്നതും അതുകൊണ്ടാണ്. അന്ത്യനാളിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു സംഭവമാണ് ഈ സംഭവമെങ്കിൽ ഈ പ്രസ്താവനയ്ക്ക് ഇവിടെ വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം ഖിയാമത്ത് നാളിൽ ചന്ദ്രൻ പിളരുക പോലെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ അത് ജാലവിദ്യയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുവാനും വ്യാജമാക്കി ദേഹച്ചകളെ പിന്തുടരുവാനും മനുഷ്യർ ധൈര്യപ്പെടുമോ? അങ്ങനെ വല്ലവനും കരുതുമെങ്കിൽ അതിൽ പരമൗഢ്യം മറ്റെന്താണ്? അള്ളാഹു പറയുന്നു, ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ. ആ സംഭവം സംഭവിച്ചാൽ അതിൻ്റെ സംഭവ്യതയെ കളവാക്കുന്ന ഒന്നും തന്നെയില്ല.
മറ്റൊരു സംഗതി, ആയത്ത് എന്ന പദത്തിന് ദൃഷ്ടാന്തം, തെളിവ്, അടയാളം എന്നൊക്കെയാണ് വാക്കർത്ഥം. ഖുർആനിൽ ഈ വാക്ക് പല ഉദ്ദേശത്തിന് ഉപയോഗിച്ചതായി കാണാം. പ്രകൃതി ദൃഷ്ടാന്തങ്ങൾ, വേദവാക്യങ്ങൾ, ദൈവിക നിയമനിർദ്ദേശങ്ങൾ, ചരിത്രപാഠങ്ങൾ മുതലായവയെ ഉദ്ദേശിച്ചുകൊണ്ട് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഖുർആനെക്കുറിച്ചും നബിയെക്കുറിച്ചും ജാലമെന്നും ജാലക്കാരനെന്നും മുശ്രിക്കുകൾ പറയാറുണ്ടെങ്കിലും അത്തരം വിഷയങ്ങളെക്കുറിച്ച് ജാലമെന്നവർ പറഞ്ഞതായി കാണുകയില്ല. പ്രവാചകന്മാരുടെ സത്യതയ്ക്ക് തെളിവായിട്ടുള്ളതും മൂസാ നബിയുടെ വടിയും സ്വാലിഹ് നബിയുടെ ഒട്ടകവും പോലെയുള്ളതുമായ അസാധാരണ ദൃഷ്ടാന്തങ്ങളെ ഉദ്ദേശിച്ചാണ് ആ പദം, അതായത് ആയത്ത് എന്ന പദം ഖുർആനിൽ ഉപയോഗിക്കാറുള്ള മറ്റൊരവസരം. ഈ ഇനത്തിൽപ്പെട്ട കാര്യത്തെക്കുറിച്ച് സത്യനിഷേധികൾ ജാലം എന്ന് പറയാറുണ്ട്, അതായത് സിഹിർ എന്ന് പറയാറുണ്ട്. ഖുർആൻ പരിശോധിച്ചാൽ ഇത് വേഗം മനസ്സിലാക്കുവാൻ കഴിയും. പ്രവാചകത്വത്തെ സ്ഥാപിക്കുന്നതിനും ബലപ്പെടുത്തുന്നതിനും വേണ്ടിയാകുന്നു ഇത്തരം ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു വെളിപ്പെടുത്തുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ സംഭവിക്കുന്നുവെന്നല്ലാതെ നബിമാരുടെ കഴിവിൽപ്പെട്ടതല്ല അവ. ഇതിനെപ്പറ്റിയും നാം മുഖവുരയിൽ വിവരിച്ചിട്ടുണ്ട്. മൂസാ നബിയുടെ വടി സർപ്പമായപ്പോൾ അവിശ്വാസികൾ അത് ജാലവിദ്യയാണെന്ന് പറയുകയുണ്ട്. അത് പ്രസിദ്ധമാണ്. ഇതനുസരിച്ച് ചന്ദ്രൻ്റെ പിളർപ്പിനെ തുടർന്ന് സത്യനിഷേധികൾ അത് ജാലമാണെന്ന് പറഞ്ഞു തള്ളിക്കളഞ്ഞുവെന്ന് വരുമ്പോൾ അത് നബിതങ്ങളുടെ പ്രവാചകത്വത്തിന് ബലമായ ഒരു ദൃഷ്ടാന്തമായി ഇരിക്കേണ്ടതും നബിയുടെ കാലത്ത് തന്നെ സംഭവിച്ചതുമാണ്. നേരത്തെ മറിച്ച് ഖിയാമത്ത് നാൾ സംഭവിക്കാനിരിക്കുന്ന ഒന്നാണതെങ്കിൽ അവിടെ ജാലത്തിൻ്റെ ആരോപണത്തിന് എന്താണ് സ്ഥാനമുള്ളത് ആലോചിച്ചു നോക്കുക. പൗരാണിക തത്വശാസ്ത്ര സിദ്ധാന്തമനുസരിച്ച് ആകാശമണ്ഡലത്തിൽപ്പെട്ടതോ പിളർപ്പോ ഉണ്ടാവാനോ വല്ലതും കൂടിച്ചേരുവാനോ പാടില്ല എന്നായിരുന്നു. ആധുനിക ശാസ്ത്രം ആ വാദം തെറ്റെന്നും തെളിയിച്ചു. സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങളിൽ നിന്ന് ചില അംശങ്ങൾ പുറത്തു പോകലും ചില ഗോളങ്ങളിൽ നിന്നുള്ള അംശങ്ങൾ മറ്റു ചിലരിൽ ചെന്ന് പതിക്കലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായി ഇന്ന് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്ത കാലത്ത് മനുഷ്യൻ ചന്ദ്രനിൽ ചെന്ന് അവിടെയുള്ള പാറകഷ്ണം ഭൂമിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. ചന്ദ്രഗോളത്തിൽ വമ്പിച്ച ഉൽക്കകൾ പതിച്ചതിൻ്റെ ആഘാതത്തെപ്പറ്റി ആഗോള സഞ്ചാരികളും ആഗോള നിരീക്ഷകന്മാരും സദാ പ്രസ്താവിച്ചുകൊണ്ടുമിരിക്കുന്നു. ഈ ഭൂമിയും ചന്ദ്രനുമെല്ലാം സൂര്യനിൽ നിന്ന് തെറ്റിത്തെറിച്ച ചില കഷ്ണങ്ങളാണെന്ന് പോലും ശാസ്ത്രജ്ഞർ വാദിക്കുന്നു. എന്നിരിക്കെ ചന്ദ്രൻ ഒരു പിളർപ്പിനു ശേഷം ഒരു കൂടിച്ചേരൽ ഉണ്ടായേക്കുന്നതിൻ്റെ സാധ്യത ഇന്നത്തെ ശാസ്ത്രജ്ഞർക്കിടയിൽ ഒരു തർക്ക വിഷയമല്ല. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തായിരുന്നു എന്ന് മാത്രമേ ആലോചിക്കേണ്ടതുള്ളൂ. ഇതിന് വ്യക്തമായി മറുപടി പറയാൻ ശാസ്ത്രതത്വങ്ങൾക്ക് കഴിവ് ചരിത്ര സത്യങ്ങൾക്കാണുള്ളത്. അതാണ് ഈ ഖുർആൻ വചനവും മേൽ സൂചിപ്പിച്ച അനേകം ഹദീസുകളും നമുക്ക് കാട്ടിത്തരുന്നത്. ചന്ദ്രൻ പിളർന്ന സംഭവത്തെപ്പറ്റി ഒന്നിലധികം അധ്യായങ്ങളിലായി ഇമാം ബുഖാരി പല ഹദീസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയുടെ വിവരണത്തിൽ ഈ സംഭവത്തെ നിഷേധിക്കുന്നവരുടെ സംശയങ്ങൾ സന്ദർഭോചിതം ഉദ്ധരിച്ചുകൊണ്ട് ബുഖാരിയുടെ വ്യാഖ്യാതാവായ ഇമാം അസ്കലാനി അവർക്ക് മറുപടി കൊടുത്തത് കാണാം. അക്കൂട്ടത്തിൽ ചന്ദ്രൻ പിളർന്നതിനെക്കുറിച്ചുള്ള അധ്യായത്തിൽ ബാബു ഇൻഷക്കൽ ഖമർ എന്നതിൽ അദ്ദേഹം പ്രസ്താവിച്ചിട്ടുള്ള ഒരു പ്രസ്താവനയുടെ ചുരുക്കം ഇവിടെ അറിയുന്നത് നന്നായിരിക്കും. അദ്ദേഹം പറയുന്നു, തത്വശാസ്ത്രജ്ഞന്മാരിൽ ഭൂരിഭാഗം ആളുകൾ ചന്ദ്രൻ പിളർന്നതിനെ നിഷേധിക്കുന്നവരാണ്. ആകാശത്തിൽ നിന്നും വല്ലതും പൊട്ടിപ്പോവുകയോ അതിൽ വല്ലതും കൂടിച്ചേരുകയില്ലെന്ന തത്വത്തെ ആസ്പദമാക്കിയാണ് അവരുടെ നിഷേധം. ഇവിടെ മാത്രമല്ല, മിറാജിൻ്റെ സംഭവം, നബിക്ക് ആകാശമാർഗങ്ങൾ തുറക്കപ്പെട്ടതും ഖിയാമത്ത് നാളിൽ സൂര്യൻ്റെ നില തെറ്റുന്നതും പോലുള്ള സംഭവങ്ങളെല്ലാം അവർ നിഷേധിക്കുന്നു. ഇങ്ങനെയുള്ളവർ അവിശ്വാസികളാണെങ്കിൽ ആദ്യമായി അവരോട് വിവാദം നടത്തേണ്ടത് ഇസ്ലാമിൻ്റെ സ്വീകാര്യതയെക്കുറിച്ചാകുന്നു, പ്രസ്തുത നിഷേധത്തെക്കുറിച്ചല്ല. പിന്നീട് ഇത്തരം സംഗതികളെ നിഷേധിക്കുന്ന മുസ്ലിങ്ങളോടെന്ന പോലെ അവരോടും സംസാരിക്കാം. ഇത്തരം വിഷയങ്ങൾ ചിലർ സമ്മതിക്കുകയും ചിലർ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുവാൻ മുസ്ലിമിന് പാടില്ല. ഖിയാമത്ത് നാളിൽ ആകാശത്തിൻ്റെ തകർച്ചയും വളർച്ചയും ഉണ്ടാകാമെന്ന് അവർ സമ്മതിക്കുമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ പ്രവാചകത്വത്തിന് തെളിവായ ഒരു അമാനുഷിക ദൃഷ്ടാന്തം എന്ന നിലക്ക് അത് സമ്മതിക്കാതിരിക്കുവാൻ തരമില്ല. മുൻകഴിഞ്ഞ മഹാന്മാർ തന്നെ ഇക്കൂട്ടർക്ക് മറുപടി നൽകി കഴിഞ്ഞിട്ടുണ്ട്. അബൂ ഇസ്ഹാഖ് സജ്ജാദ് റഹിമഹുള്ള പറയുന്നു, മതവിരോധികളെ അനുകരിച്ചുകൊണ്ട് ബിദ്അത്തിൻ്റെ കക്ഷികളായ ചിലർ ചന്ദ്രൻ പിളർന്നതിനെ നിഷേധിച്ചിരിക്കുന്നു. എന്നാൽ ബുദ്ധി അതിനെ നിഷേധിക്കുന്നില്ല. കാരണം ഖിയാമത്ത് നാളിൽ സൂര്യനെയും ചന്ദ്രനെയും ഒരുമിച്ച് കൂട്ടുകയും മറ്റും ചെയ്യുന്ന അള്ളാഹുവിന് അതിനെ പിളർക്കുകയും ചെയ്യാം. അവൻ്റെ സൃഷ്ടിയാണല്ലോ. കാരണം അതവൻ്റെ സൃഷ്ടിയാണല്ലോ. അവൻ്റെ സൃഷ്ടിയിൽ അവൻ്റെ ഇഷ്ടം പോലെ അവന് പ്രവർത്തിക്കാവുന്നതാണ്. ഫത്തുഹുൽ ബാരി. അപ്പോൾ ശ്രദ്ധേയമായ തത്വമാണ് അസ്കലാനി റഹ്മത്തുള്ളാഹിയോട് പ്രസ്താവിക്കുന്നത്. അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ യോജിക്കുന്നവരോടും അല്ലാത്തവരോടും ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരോടും അല്ലാത്തവരോടും വിവാദങ്ങൾ നടത്തേണ്ടുന്ന വിഷയങ്ങളും സ്വഭാവത്തിനും വ്യത്യാസമുണ്ടെന്ന് സാരം.
ചന്ദ്രൻ പിളർന്നിട്ടുണ്ടെങ്കിൽ അത് ലോകപ്രസിദ്ധമാകേണ്ടതല്ലേ എന്ന് നിഷേധികൾ ചിലർ വാദിക്കാറുണ്ട്. രാത്രിയാണ് സംഭവിച്ചത്, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നുമല്ലോ. ആ സംഭവ സമയത്ത് ഉറങ്ങാതെ ആകാശത്ത് നോക്കിയവർക്ക് മാത്രമേ അത് കാണുവാൻ സാധ്യമാകൂ എന്ന് പറയേണ്ടതില്ല. ദൃഷ്ടാന്തം ആവശ്യപ്പെട്ടവർ മാത്രമേ കൽപ്പിച്ചുകൂട്ടി അതിന് തയ്യാറായിരിക്കുകയുള്ളൂ. ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് എല്ലാവരും കാണുകയോ അറിയുകയോ ചെയ്യാറില്ലല്ലോ. അതേ സമയത്ത് ഒരു നാട്ടിൽ ദൃശ്യമായ ഗ്രഹണം വേറൊരു നാട്ടുകാർക്ക് ദൃശ്യമല്ലാതെയും ഇരിക്കും. ഇതുപോലെ തന്നെ ചന്ദ്രപ്പിറവിയും. ഒരു രാജ്യത്ത് ചന്ദ്രപ്പിറവി കാണുമ്പോൾ മറ്റൊരു രാജ്യത്ത് അത് കാണാതിരിക്കുക സാധാരണമാണല്ലോ. നേരം പുലരുവോളം അന്നത്തെ രാത്രി ആകാശം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ആ സംഭവം ഉണ്ടായതായി താൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞതായി അറിയപ്പെട്ടിട്ടില്ല. മരുഭൂമികളിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരാണ് താരതമ്യേന ആ സംഭവം കാണുവാൻ കൂടുതൽ സാധ്യതയുള്ളത്. ഇങ്ങനെയുള്ള പലരും തങ്ങൾ അത് കണ്ടതായി സാക്ഷ്യം വഹിക്കുകയുണ്ടായ വിവരം അബൂ ദാവൂദ് റഹിമഹുള്ള ഉദ്ധരിച്ച ഹദീസിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ബൈഹഖി റഹിമഹുള്ളയുടെ നിവേദനത്തിൽ എല്ലാ ഭാഗത്തു നിന്നും വന്ന സഞ്ചാരികളോടും ഖുറൈശികൾ അന്വേഷിക്കുകയുണ്ടായെന്നും അവരെല്ലാം അത് കണ്ടുവെന്ന് മറുപടി പറഞ്ഞുവെന്നും വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതും പ്രസ്താവ്യമാണ്. ചുരുക്കത്തിൽ ചന്ദ്രൻ പിളർന്ന സംഭവം പരക്കെ അറിയാതിരിക്കുവാൻ പല കാരണങ്ങളും ഉണ്ടാകാം. ഇനി കുറേയെല്ലാം ആളുകൾ യഥാർത്ഥത്തിൽ അത് കണ്ടിരുന്നാൽ പോലും മുസ്ലിങ്ങൾ പിന്നീട് തങ്ങളുടെ ചരിത്ര സംഭവങ്ങളെ രേഖപ്പെടുത്തി സൂക്ഷിച്ചു വന്നതുപോലെ മറ്റൊരു കൂട്ടരും അക്കാലത്ത് തങ്ങളുടെ സംഭവങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിച്ചു പോന്നിരുന്നില്ലെന്ന വസ്തുതയും പ്രസ്താവ്യമാണ്. നബി തിരുമേനിയുടെ സത്യതയ്ക്ക് ഏറ്റവും വലിയ തെളിവായി കാലാവസാനത്തോളം നിലനിൽക്കുന്ന മഹാദൃഷ്ടാന്തം ഖുർആൻ തന്നെ. എങ്കിലും മറ്റു പല അസാധാരണ സംഭവങ്ങളും തിരുമേനിയുടെ കൈക്ക് വെളിപ്പെടുകയുണ്ടായിട്ടുണ്ടെന്ന പരമാർത്ഥം ചരിത്ര സത്യങ്ങളുടെ നേരെപാടെ കണ്ണടച്ചേക്കുന്ന കുബുദ്ധികൾക്കല്ലാതെ ആർക്കും നിഷേധിക്കുവാൻ സാധ്യമല്ല. അവയിലൊന്നും തന്നെ മുഴുവൻ മുസ്ലിങ്ങളും കണ്ടതോ എല്ലാ സമുദായക്കാരും കാണത്തക്ക വിധം ചിരകാലം നിലനിൽക്കുന്നതായി ഒന്നുമില്ല, ആയിരിക്കാവുന്നതുമല്ല. കാരണം മുൻ പ്രവാചകന്മാരുടെ സമുദായങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക കാലക്കാരും ദേശക്കാരുമായിരുന്നു. നബിയുടെ സമുദായത്തിൻ്റെ സ്ഥിതി അതല്ല. ഈ സമുദായം ലോകാവസാനം വരെ നിലനിൽക്കുന്നതും അവിടുത്തെ പ്രബോധനം ഭൂലോക ജനതയ്ക്ക് ആകമാനം ബാധകവുമായതുമാണ്. അതുകൊണ്ടാണ് നബി തങ്ങളുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഖുർആനായതും. മൊത്തത്തിൽ പറഞ്ഞാൽ അല്ലാമ ഷൗക്കാനി പ്രസ്താവിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ കിതാബിൽ ചന്ദ്രൻ പിളർന്നുവെന്ന് കാണുന്നു, അഥവാ പിന്നീട് പിളർന്നു എന്നല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്. ഹദീസുകൾ പരിശോധിച്ചാലും അത് സംശയാതീതമായി തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മുസ്ലിം പണ്ഡിതന്മാർക്കിടയിലാകട്ടെ അതിൽ ഭിന്നാഭിപ്രായവുമില്ല. എന്നിരിക്കെ തൽപര കക്ഷികളുടെ അഭിപ്രായത്തിനോ അവരുടേതായ വ്യാഖ്യാനത്തിനോ നാം ഒട്ടും വില കൽപ്പിക്കേണ്ടതില്ല. മേൽ പ്രസ്താവിച്ചതിന് പുറമെ വേറെയും ചില്ലറ കുതർക്കങ്ങൾ അവർ ഉന്നയിക്കാറുണ്ട്. അവർക്കെല്ലാം പല മഹാന്മാരും തക്കതായ മറുപടി നൽകി കഴിഞ്ഞതാണ്. ഇതെല്ലാം ഇവിടെ ഉദ്ധരിച്ചു ദീർഘിപ്പിക്കുന്നതിൽ പ്രത്യേക പ്രയോജനമൊന്നും കാണുന്നില്ല. അള്ളാഹു പറയുന്നു, 4 മുതലാണ് ഇൻഷാ അല്ലാഹ്.